കരുവന്നൂർ കള്ളപ്പണ കേസിൽ അനൂപ് ഡേവിസ് കാട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായിട്ടുണ്ട്. തൃശൂർ കോർപ്പറേഷനിലെ CPM കൗൺസിലറാണ് അനൂപ്. മുൻപും അനൂപിനെ പലതവണ ED ചോദ്യം ചെയ്തിരുന്നു. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ മധു അമ്പലപുരവും EDക്ക് മുന്നിൽ ഹാജരായിട്ടുണ്ട്. അർജുൻ മട്ടന്നൂർ ചേരുന്നു. അർജുൻ, ഈ കാട വഴിയാണ് പല വഴികളും ED തുറന്നിട്ടത്. അതിൽ മൊയ്തീനെ കുറിക്കാനുള്ള ചില സൂചനകൾ കൂടിയൊക്കെ ഈ കാടയുടെ മൊഴികളിൽ ഉണ്ടായിരുന്നു എന്നാണ് അനിലക്കര അടക്കമുള്ളവർ പറഞ്ഞിരുന്നത്. വളരെ പ്രധാനപ്പെട്ട മനുഷ്യനാണ്. ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെയോ ചിലത് കരുതി കൂട്ടിയിട്ടുണ്ട് ED, അല്ലേ? അരുൺകുമാർ, തീർച്ചയായും അതെ. ഒരു ഇടവേളയ്ക്ക് ശേഷം കരുവന്നൂർ കേസും എൻഫോഴ്സ്മെന്റ് അന്വേഷണവും സജീവമാവുകയാണ്. പ്രത്യേകിച്ച് CPMന്റെ നേതാക്കളിലേക്ക് ഒരിക്കൽ കൂടി അന്വേഷണം കൊണ്ടുപോകാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മധു അമ്പലപുരവും അതുപോലെ തന്നെ അനൂപ് ഡേവിസ് കാടയും ഹാജരായിരിക്കുന്നത്. ഇവർക്ക് കഴിഞ്ഞ ദിവസമാണ് ഇന്ന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ED നോട്ടീസ് നൽകിയത്. അല്പസമയം മുമ്പാണ് ഇരുവരും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ഓഫീസിൽ എത്തിയത്. ഇവരെ ചോദ്യം ചെയ്തതിനു ശേഷം AC മൊയ്തീനെയും MK കണ്ണനെയും വീണ്ടും ചോദ്യം ചെയ്യാനാണ് EDയുടെ നീക്കം. എന്തായാലും ആദ്യഘട്ട കുറ്റപത്രം ED കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ ആദ്യഘട്ട കുറ്റപത്രത്തിൽ പ്രതിപ്പട്ടികയിൽ 55 പേരുണ്ടായിരുന്നു. അതിനുശേഷം രണ്ടാം ഘട്ട അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ഈ രണ്ടാം ഘട്ട അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ ചോദ്യം ചെയ്ത തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ അനൂപ് ഡേവിസ് കാടയെയും വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ മധു അമ്പലപുരത്തെയും വീണ്ടും ഇപ്പോൾ ചോദ്യം ചെയ്യാൻ ED ഒരുങ്ങുന്നത്. ഇതിന് പിന്നാലെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെയും വിളിച്ചു വരുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്കൊപ്പം അർജുൻ മട്ടന്നൂരാണ് ചേർന്നത്. അങ്ങനെ കരുവന്നൂർ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം, നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അനക്കം വയ്ക്കുന്നു. EDയുടെ മുന്നിലേക്ക് കാട വരുന്നു. കാട EDക്ക് മുന്നിൽ വന്നാൽ എന്തു സംഭവിക്കും എന്നാണ് നമ്മൾക്കറിയാം.